ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയും നിർമ്മലയും കടയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്നാണ് നിധിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ടില്ല. ഞാൻ ഫോണ് സൂപ്പർ മാർക്കറ്റിൻ്റെ ക്യാഷ് കൗണ്ടറിൽ വെച്ച് മറന്നുപോയി. ഞാനത് പോയി എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ നിർമ്മല പറയണം, എങ്കിൽ വാ നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാമെന്ന് പറയട്ടെ. അത് വേണ്ട ആൻറ്റി, ഇവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് നിധി സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. അപ്പോൾ നിർമ്മല അവിടെ നിൽക്കുമ്പോഴാണ് CKC വന്ന് കാറിൽ ഇറങ്ങുന്നത്. എന്നിട്ട് CKC ഒരു ഫയൽ മറ്റൊരാൾക്ക് കൊടുക്കുന്നതൊക്കെ നിർമ്മല കാണുകയാണ് കേട്ടോ. അങ്ങനെ അയാൾ പോയി എന്ന് കണ്ട ശേഷം നിർമ്മല CKCയുടെ അടുത്തേക്ക് ചെന്നിട്ട് ദേഷ്യത്തിലങ്ങ് സംസാരിക്കുകയാണ്. എൻ്റെ നിധിയെയും ഗൗതമിനെയും ഈശ്വരമംഗലത്ത് നിന്നും ഇറക്കി വിട്ടതും പോരാഞ്ഞിട്ടും എൻ്റെ ഗൗതമിനെ വിടാതെ പിന്തുടർന്ന് ശല്യപ്പെടുത്തി മനസമാധാനം കളയാൻ നോക്കുന്നു. അവൻ്റെ അമ്മയെ കാണണം, അവൻ്റെ അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞ് അനാഥനാണെന്നൊക്കെ പറഞ്ഞ് നീ കുത്തുവാക്കുകൾ കൊണ്ട് എൻ്റെ ഗൗതമിനെ നീ വേദനിപ്പിച്ചാലുണ്ടല്ലോ, എൻ്റെ തനി സ്വരൂപം നീ അങ്ങ് കാണും. കേട്ടപ്പോൾ CKC ഒരു പുച്ഛഭാവത്തോട് കൂടി നിർമ്മലയോട് പറയണേ, കൊമ്പ് കുലുക്കി നടന്ന മതയാനെ കൂച്ചുവലിങ്ങിട്ട് തളച്ചപ്പോൾ ആനപ്പിണ്ടമാണോ ഇപ്പോൾ ഭീഷണിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? തന്തയില്ലാത്തവൻ എന്നും തന്തയില്ലാത്തവൻ തന്നെയാണ്. അങ്ങനത്തെ ഒരുത്തൻ എൻ്റെ മുന്നിൽ വന്നാൽ അവൻ്റെ ഓർമ്മകൾ പോലും അവശേഷിക്കാത്ത വിധത്തിൽ അവൻ്റെ അടിവേര് വേറെ ഇത് കളയാനും ഈ CKCക്ക് ഒരു മടിയുമില്ല. CKCയെ വെല്ലുവിളിക്കാൻ മാത്രം അവൻ വളർന്നിട്ടില്ല. അപ്പോൾ നിർമ്മല പറയണ, ഗൗതമിന് അച്ഛനും അമ്മയും ഇല്ല എന്ന് തന്നോട് ആരാടാ പറഞ്ഞത്? ഗൗതമിന് അച്ഛനുമുണ്ട് അമ്മയുമുണ്ട്, രണ്ടുപേരും ജീവിച്ചിരിപ്പുമുണ്ട്. ഇനി മേലിൽ തൻ്റെ ഈ പുഴുത്ത നാവ് കൊണ്ട് ഗൗതമിനെ അനാഥനെന്ന് വിളിച്ചാലുണ്ടല്ലോ, വിളിച്ചാൽ നീ എന്ത് ചെയ്യുമടി? വിളിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് നീ കണ്ടോടാ എന്ന് പറഞ്ഞ് നിർമ്മലയുടെ ഫോണിലുള്ള ആ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. സ്നേഹം നടിച്ച് നടന്ന എന്നെ ചതിക്കാൻ നോക്കിയ ആ കാലത്ത് എടുത്ത ഫോട്ടോയാണിത്. ഇത് ഞാൻ ജ്യോതിർമയ്ക്ക് അയച്ചു കൊടുക്കും, ജ്യോതിർമയുടെ നമ്പറും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞതോടെ CKC പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന ആ സമയത്താണ് ജ്യോതിർമയി മറ്റൊരു കാറിൽ വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി മാറി നിന്ന് സംസാരിക്കുന്നത് ജ്യോതിർമയി കാണുകയാണ്. അപ്പോൾ ജ്യോതിർമയി മനസ്സിൽ ചിന്തിക്കുകയാണ്, നിർമ്മലയും CKCയും എന്താ സംസാരിക്കുന്നത്? ഇവരെന്താ? CKC ആണെങ്കിലോ നിർമ്മലയെ കണ്ടിട്ട് നല്ല പേടിയായിട്ടാണല്ലോ നിൽക്കുന്നത്, ഇതെന്താ പറ്റിയത്? അങ്ങനെ നിർമ്മലയോട് CKC പറയണേ, ഈ ഫോട്ടോ വെച്ചിട്ടാണല്ലേ നിധിയും നീയും എന്നെ ഭീഷണിപ്പെടുത്തുന്നത്? എങ്കിൽ ഈ ഫോട്ടോ ഇപ്പം തന്നെ ഡിലീറ്റ് ചെയ്യണം, ഇങ്ങ് താടി ആ ഫോൺ എന്ന് പറഞ്ഞ് നിർമ്മലയുടെ കയ്യിൽ നിന്നും CKC ആ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങാൻ നോക്കുകയുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടും കൊണ്ട് ജ്യോതിർമയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ജ്യോതിർമയി മനസ്സിൽ ചിന്തിക്കുന്ന, CKC എന്തിനാണ് നിർമ്മലയുടെ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങാൻ നിൽക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ CKC നിർമ്മലയുടെ കയ്യിലുള്ള ഫോണ് തട്ടിപ്പറിച്ച് വാങ്ങാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിർമ്മലയാണെങ്കിലോ അത് കൊടുക്കുന്നതുമില്ല. അപ്പോഴത്തേക്കും ഓട്ടോയുമായി നിധി അവിടേക്ക് വരികയാണ്. എന്നിട്ട് നിധി എടോ എന്നങ്ങ് ഉറക്കെ വിളിക്കുകയാണ്. അപ്പോൾ CKC പെട്ടെന്നങ്ങ് നോക്കുക കേട്ടോ, നാണമുണ്ടോടോ നടു റോട്ടിൽ ഒരു സ്ത്രീയുമായിട്ട് മൽപ്പിടുത്തം നടത്താൻ. എന്നിട്ട് നിധി പറയണേ, ഇപ്പം തന്നെ പോലീസിനെ വിളിച്ച് പറഞ്ഞാലേ നിന്നെ ഇപ്പം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, ജാമ്യം പോലും കിട്ടാത്ത വകുപ്പ് നിന്റെ തലയിൽ വെക്കുകയും ചെയ്യും. ഒരു സ്ത്രീയോട് അപമര്യാദമായി റോട്ടിൽ നിന്ന് പെരുമാറിയാൽ ഉണ്ടാകുന്ന ശിക്ഷ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. പിന്നെ മാധ്യമങ്ങളിലൊക്കെ തലക്കെട്ടായി നിന്റെ പേരും നിന്റെ ഫോട്ടോയും വരും. അപ്പോൾ അത് ചെയ്യണോ എന്ന് പറഞ്ഞതോടെ CKC തലയും താഴ്ത്തി നിൽക്കണ്ടോ. അപ്പോൾ ജ്യോതിർമയി മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്താണാവോ നിധി CKCയോട് പറയുന്നത്, എനിക്കൊന്നും കേൾക്കാനുമില്ലല്ലോ. എന്നിട്ട് നിധി CKCയോട് പറയണേ, നീ എന്ത് കരുതിയടോ? ഇപ്പോൾ നിർമ്മലാൻ്റിയുടെ കയ്യിൽ മാത്രമാണ് ഈ ഫോട്ടോ ഉള്ളത് എന്നാണോ നീ കരുതിയത്? ഇതിലെ ഫോട്ടോ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ പിന്നെ ഈ ഫോട്ടോ ഉണ്ടാവില്ല എന്നാണോ നീ കരുതിയത്? എങ്കിൽ നിനക്ക് തെറ്റി, എൻ്റെ ഫോണിലുമുണ്ട് ഇതേ സെയിം ഫോട്ടോ. ഞാനൊരു കാര്യം വിചാരിച്ചാലേ നിന്നെ ഇപ്പം നാറ്റിക്കാൻ കഴിയും. ഈ ഫോട്ടോ ഞാൻ ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് അപ്ലോഡ് ചെയ്താലേ ഈ ലോകത്ത് മുഴുവനുള്ളവരും അങ്ങ് അറിയും. അത് കഴിഞ്ഞ് ജ്യോതിർമയിക്കും ഞാൻ ഇത് അയച്ചു കൊടുക്കും. പിന്നെ ജ്യോതിർമയി ഇത് കണ്ടാലുണ്ടാകുന്ന അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. അതുകൊണ്ട് ഇനി മേലിൽ ഈ ആൻറ്റിയുടെ പുറകെയോ ഗൗതമിൻ്റെ പുറകെയോ ശല്യമായിട്ട് നീ എങ്ങാനും ചെന്നു എന്നറിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും. അത് വേണോ എന്ന് ചോദിക്കുമ്പോൾ CKC മിണ്ടാതെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട, ഇപ്പം തന്നെ ഞാൻ അതങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു ഫോൺ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് പോലെ അങ്ങ് അഭിനയിക്കാണ്ട്. അതോടുകൂടി CKC, അയ്യോ വേണ്ട, ഈ വെറുതെ അബദ്ധം ചെയ്യരുത്, ഞാൻ ഇനി ഒരു ശല്യത്തിനും വരില്ല നിധിയോട് CKC യാചിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കാറിൽ നിന്നും ജ്യോതിർമയി ഇറങ്ങി
നീങ്ങി അവരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നിധി സി കെ സിയോട് പറയാണ്, യാചിച്ചുകൊണ്ട് സി കെ സി പറയാണ്, ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ, ഞാനിനി ഒരു ശല്യത്തിനും വരില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇങ്ങനെ വേണം, ഈ ഒരു പേടി എപ്പോഴും സി കെ സിക്ക് ഉണ്ടാവണം, അതാണ് നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞതോടെ ജ്യോതിർമയി വന്ന് പറയണേ, ഡി നിധി, നീ എന്താണ് സി കെ സിയെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്? നീ എന്തിനാണ് സി കെ സിയെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ സി കെ സി കണ്ടില്ലേ, നിങ്ങളുടെ പ്രിയ പത്നി വന്നിരിക്കുന്നു, എന്താ കാര്യമെന്നുള്ളത് ഞാനങ്ങ് കാണിച്ചു കൊടുക്കട്ടെ, അതോടുകൂടി നിങ്ങളുടെ ദാമ്പത്യ ബന്ധം ഇതോടുകൂടി അവസാനിക്കും, അത് ഞാൻ ചെയ്യണോ? അത് കേട്ടപ്പോൾ ജ്യോതിർമയും സി കെ സി അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ. അപ്പോൾ നിധി പറയണേ, തൽക്കാലം ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല, കാരണം ഞാനായിട്ട് ഒരാളുടെ കുടുംബജീവിതം നശിപ്പിക്കുന്നില്ല, അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ പോകുന്നു എന്ന് പറഞ്ഞ് നിധി നിർമ്മലയും കൊണ്ട് ഓട്ടോയിൽ കയറി പോവാണ്. അപ്പോൾ സി കെ സിക്ക് ജ്യോതിർമയെ മുഖത്ത് നോക്കുമ്പോൾ ഒരു പേടി വരികയാണ്. അപ്പോൾ ജ്യോതിർമയ്ക്ക് നന്നായിട്ട് സി കെ സിയെ സംശയവും വരികയാണ് നിധിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ. ജ്യോതിർമയി ചോദിക്കുകയാണ്, എന്താണ് സി കെ സി, എന്താണ് സി കെ സിയെ നിധി വന്ന് ഭീഷണിപ്പെടുത്തിയത്? ജ്യോതി, ഇതിപ്പോൾ നടു റോഡാണ്, ഇവിടെ വെച്ച് സംസാരിക്കേണ്ട, ഞാനിപ്പോൾ തന്നെ വീട്ടിലേക്കാണ് വരുന്നത്, നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് സി കെ സി കാർ എടുത്ത് വീട്ടിലേക്ക് പോവാട്ടോ. തൊട്ടു പുറകെ ആയിട്ട് ജ്യോതിർമയും കാർ എടുത്തുകൊണ്ട് സി കെ സിയുടെ അടുത്തേക്ക് വരികയാണ്, വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് സി കെ സി പെട്ടെന്ന് ജ്യോതിയെ കാണുമ്പോൾ പേടിച്ചുകൊണ്ട് റൂമിലേക്ക് പോകാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ ഒച്ച എടുത്തുകൊണ്ട് ജ്യോതിർമയി സി കെ സി എന്നങ്ങ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ സി കെ സി തിരിഞ്ഞു നിൽക്കാതെ ഇങ്ങനെ പേടിയോടുകൂടി നിൽക്കുമ്പോൾ, എൻ്റെ മുഖത്തേക്ക് നോക്ക് സി കെ സി എന്ന് പറയണേ. അങ്ങനെ സി കെ സി ജ്യോതിയോട് മുഖത്തേക്ക് നോക്കിയിട്ട് ഇത് കള്ളം പറഞ്ഞ് രക്ഷപ്പെടും എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. എന്നിട്ട് ജ്യോതിർമയി പറയണേ, ഞാൻ കുറച്ച് അകലെ ആയതുകൊണ്ട് നിധിയും നിർമ്മലയും സി കെ സിയും കൂടി സംസാരിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, എന്ത് പറഞ്ഞിട്ടാണ് അവൾ സി കെ സിയെ ഭീഷണിപ്പെടുത്തിയത്? പക്ഷേ എന്നോട് കള്ളം പറയാമെന്നൊന്നും സി കെ സി ഒരിക്കലും വിചാരിക്കേണ്ട. അത് പിന്നെ ജ്യോതി എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ എൻ്റെ മുന്നിൽ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട, എന്നെ മണ്ടിയാക്കാനും നോക്കണ്ട. നിധി ഫോൺ എടുത്ത് എന്തോ ഒരു ഫോട്ടോ കാണിച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്താനാണ് ഒരുങ്ങിയത് എന്ന് എനിക്ക് മനസ്സിലായി, അത് എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. അത് പിന്നെ ജ്യോതി എന്ന് പറഞ്ഞതോടെ ജ്യോതിർമയി സി കെ സിയുടെ ഷർട്ടിൽ കയറി അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് വിളറയിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, അത് ഇത് എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനൊന്നും സി കെ സി നോക്കണ്ട. 5 പൈസയ്ക്ക് പോലും വിലയില്ലാത്ത ആ നിധി ഫോണിൽ എന്തോ കാണിച്ചപ്പോൾ നിങ്ങൾ പഞ്ചപുച്ഛമായി പേടിയോടുകൂടി അവളുടെ മുന്നിൽ തലയും താഴ്ത്തി നിൽക്കണമെങ്കിൽ നിങ്ങളുടെ എന്തോ ഒരു വലിയ രഹസ്യം നിധിക്കറിയാം, അതുകൊണ്ടാണ് നിങ്ങൾ അവളോട് തലയും താഴ്ത്തി നിൽക്കുന്നത്, അത് എന്താണെന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അതൊക്കെ പറഞ്ഞോ സി കെ സി എന്ന് പറഞ്ഞ് സി കെ സി ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ സി കെ സി പറയണേ, നീ ഇങ്ങനെ എന്നോട് തുടരെ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാ നിന്നോട് മറുപടി പറയാ? പിന്നെ എന്നെ നിധി കാണിച്ചത് അത് നിനക്ക് അറിയാവുന്ന സത്യം തന്നെയാണ്, എനിക്കറിയാവുന്ന സത്യമോ? എനിക്ക് ഒരു സത്യവും അറിയില്ല, നിങ്ങൾ വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ട. അല്ല, നിനക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, നിധി എന്നെ കാണിച്ചത് ഞാൻ നടത്തിയ കൊലപാതകം അതിൻ്റെ ഫോട്ടോയും വീഡിയോ ആണ് എന്നെ കാണിച്ചത്. നിനക്കും അറിയാവുന്നതല്ലേ, അതിൻ്റെ കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുന്നത്, അത് കാണിച്ചാണ് എന്നെ ഭീഷണിപ്പെടുത്തിയത്, അല്ലാതെ മറ്റൊന്നുമില്ല, അത് നിനക്കും കൂടി അറിയാവുന്നതല്ലേ. അപ്പോൾ ജ്യോതിക്ക് അത് തീരെ വിശ്വാസമാവുന്നില്ല. അത് തന്നെയാണോ, അത് കാണിച്ചിട്ടാണോ നിങ്ങൾ അവളെ പേടിച്ചത്? എനിക്കെന്തോ അതെ, സത്യമായിട്ടും ഞാൻ ഇനി നിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യും, എന്തിന് ദൈവതുല്യമായിട്ട് ഞാൻ സത്യം ചെയ്യും, ദൈവത്തിനാണ് സത്യം, ഞാൻ പറഞ്ഞത് സത്യമാണ്, നീ ഒന്ന് വിശ്വസിക്ക് ജ്യോതി. അത് കേട്ടപ്പോൾ ജ്യോതി, എന്നെ പിടിച്ച് നിങ്ങൾ സത്യം ചെയ്തതല്ലേ, ഞാൻ വിശ്വസിക്കാം. പക്ഷേ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിധി വരുന്നതിൻ്റെ മുന്നേ നിർമ്മലയെയും നിങ്ങൾ പേടിക്കുന്നുണ്ടായിരുന്നല്ലോ, നിർമ്മലയുടെ കയ്യിലുള്ള ഫോൺ നിങ്ങൾ തട്ടിപ്പറിച്ച് വാങ്ങാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു, അതെന്തായിരുന്നു? അതോടുകൂടി സി കെ സി അങ്ങ് പതറുകയാണ്. അത് പിന്നെ ജ്യോതി ആ വൃത്തികെട്ട നിധി അവളുടെ കയ്യിലുള്ള ഫോട്ടോസ് നിർമ്മലയ്ക്കും അയച്ചു കൊടുത്തു, എന്നിട്ടിപ്പോൾ രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ ഇപ്പോൾ പുറകെ നടന്ന് ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞതോടെ അത് സത്യം തന്നെ ആയിരിക്കുമോ എന്ന് ജ്യോതി ഒന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജ്യോതി പറയണേ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിർമ്മല അങ്ങനെ ഒരു ഫോട്ടോ കാണിച്ച് നിങ്ങളുടെ പുറകെ നടന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരാളല്ല എന്നുള്ളത് എനിക്കറിയാം. ഈ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അത് കേട്ടപ്പോൾ സി കെ സി പറയണേ, നീ കരുതുന്നത് പോലെയല്ല ജ്യോതി, നിധിക്ക് എന്നോട് അത്രമാത്രം അധികം ദേഷ്യമാണ്. ഗൗതമിനെയും നിധിയെയും ഞാൻ ആ ഈശ്വരമംഗലത്തിൽ നിന്നും ഇറക്കി വിട്ടതും അവൾ അമ്മ എന്ന് വിളിക്കുന്ന ആ പാർവതിയെയും കൂടിയാണ് അവിടെ നിന്നും
എല്ലാവരും കൂടി ഇറക്കി വിട്ടിട്ടുള്ളത്. ആ ഒരു പക എന്നോട് അത്രമാത്രം അധികം നിധിക്കുണ്ട്. അത് വെച്ച് തന്നെയാണ് എന്നെ അവൾ ഭീഷണിപ്പെടുത്തുന്നതും. ഞാനൊരു കൊലപാതകം ചെയ്ത ആളാണെന്നുള്ളത് നീ മറന്നു പോവരുത്. ആ കേസ് ഇപ്പോഴും നടക്കുന്നതും നിനക്കറിയാം. അത് വെച്ച് തന്നെയാണ് നിർമ്മലയും നിധിയും എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നീ വിശ്വസിക്കുക. അല്ല, നിനക്ക് എന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ സംശയമുണ്ടെങ്കിൽ അത് വെച്ച് പ്രശ്നമുണ്ടാക്കാനാണ് നീ ഒരുങ്ങുന്നതെങ്കിൽ നീ അങ്ങ് പ്രശ്നമുണ്ടാക്കുക. അല്ലാതെ എനിക്ക് നിന്നെ വിശ്വസിപ്പിക്കാൻ എൻ്റെ കയ്യിൽ ഇനി തെളിവുകളൊന്നുമില്ല. ഞാൻ എന്തുമാത്രം അധികം ടെൻഷൻ അടിക്കുന്നുണ്ട് എന്നുള്ളത് നിനക്കറിയില്ല. ഞാൻ ഇതുവരെയും പുറത്തതൊന്നും കാണിക്കുന്നതുമില്ല. പക്ഷേ എനിക്ക് കുറച്ച് സമാധാനം വേണം. അതുകൊണ്ട് നീ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നീ എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് റൂമിലേക്ക് സി.കെ.സി പോവാട്ടോ. അതോടുകൂടി നിർമ്മയി മനസ്സിൽ ചിന്തിക്കുകയാണ്, സി.കെ.സി പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. നിധിയുടെയും നിർമ്മലയുടെയും കയ്യിലുള്ള ഫോണിൽ സി.കെ.സിയെ സംബന്ധിക്കുന്ന എന്തോ ഒരു രഹസ്യമുണ്ട്. അത് വെച്ച് തന്നെയാണ് സി.കെ.സിയെ അവർ ഭീഷണിപ്പെടുത്തുന്നത്. ആ രഹസ്യം എന്താണെന്നുള്ളതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ സി.കെ.സി പറയുന്നതൊന്നും എനിക്ക് വിശ്വാസമായിട്ടില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ജ്യോതിർമയി നിൽക്കുന്നത്. പിന്നീട് പ്രണവും വസുന്ധരയും കൂടി ഹൈടെക് സിറ്റി പ്രൊജക്റ്റിന് സംസാരിക്കാൻ വേണ്ടി അവരുടെ ഓഫീസിലെത്താൻ കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ മെയിൽ അയച്ചത് നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, ആ മാനേജർ പറയാണ്, മെയിലൊക്കെ കിട്ടി, അത് ഞാൻ അപ്പം തന്നെ ഡയറക്റ്റ് ബോർഡിന് അയക്കുകയും ചെയ്തു. ഇപ്പോൾ വസുന്ധര പറയണേ, ഒരു കറക്ഷൻ ഉണ്ട്. ഞങ്ങൾ ശിവാനി എൻ്റർപ്രൈസസ് പ്രണവ് ഗോപിനാഥുമാണ് ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു കറക്ഷൻ ഉണ്ട്. ശിവാനി എൻ്റർപ്രൈസസും ഈശ്വരമംഗലം ഗ്രൂപ്പും ഒന്നാണെന്നുള്ളത് കൊണ്ട് തന്നെ ഗൗതം എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തതുപോലെ തന്നെ മുന്നോട്ട് പോവണം എന്നാണ് ഞാൻ പറയുന്നത്. അത് കേട്ടപ്പോൾ മാനേജർ പറയണ, മാഡത്തിൻ്റെ ഐഡിയ ഒക്കെ കൊള്ളാം. ടെൻഡർ ക്യാൻസൽ ആവാതെ തന്നെ ഈ ഒരു ഐഡിയ, ഈ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് പോകണമെന്നല്ലേ മാഡം ഉദ്ദേശിച്ചത്. പക്ഷേ അത് നടക്കില്ല മാഡം. ഡയറക്ടർ ബോർഡ് ഇപ്പോഴത്തെ തീരുമാനത്തിനനുസരിച്ച് അത് ഒരിക്കലും നടക്കില്ല. അപ്പോൾ പ്രണവ് പറയണ, അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? ഈശ്വരമംഗലം ഗ്രൂപ്പ് എന്ന് പേര് മാറ്റിയിട്ടല്ലേ ഉള്ളൂ. അതിന് യഥാർത്ഥ അവകാശി തന്നെയല്ലേ ഈ ചെയർമാനായിട്ട് ഈ പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്നത്. പിന്നെ എന്താണ് സാർ അതിലൊരു കുഴപ്പമുള്ളത്? അപ്പോൾ മാനേജർ പറയണ, അതങ്ങനെയല്ല. ഗൗതമിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും ഗൗതമിൻ്റെ കഴിവും അനുസരിച്ചാണ് ഞങ്ങൾ ടെൻഡർ പോലും ഇല്ലാതെ ഈ പ്രൊജക്റ്റ് ഗൗതമിനെ ഏൽപ്പിച്ചത്. ഗൗതമിന് ഈ ഫീൽഡിൽ ഒരു പ്രത്യേക കഴിവ് തന്നെയാണുള്ളത്. തൽക്കാലം ഗൗതം ഇപ്പോൾ ഈ ഫീൽഡിൽ നിന്നും ഈശ്വരമംഗലത്തിൽ നിന്നും വിട്ടതോടുകൂടി ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് ഫ്രീസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് കമ്പനിയുടെ തീരുമാനം. പിന്നെ കമ്പനി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഗൗതം ഇപ്പോൾ ആ കമ്പനിയിലില്ല. ഈശ്വരമംഗലത്തിൻ്റെ വിശ്വാസം പോലും നഷ്ടപ്പെട്ട സ്ഥിതിക്ക് എന്ത് വിശ്വസിച്ചിട്ടാണ് പ്രണവിന് 500 കോടി രൂപയുടെ ഈ പ്രൊജക്റ്റ് ഏൽപ്പിക്കുന്നത്? കേട്ടതോടുകൂടി വസുന്ധരയും പ്രണവ് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്നിട്ട് വസുന്ധര പറയണ, അല്ല, ചെയർമാനോട് സംസാരിച്ച് എന്തെങ്കിലും ഒരു ഇളവ് ഇതിൽ ചെയ്തു തരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ചോദിച്ചതിലൊക്കെ കാര്യമുണ്ട്. പക്ഷേ ഞാൻ പറയേണ്ടതില്ലല്ലോ ഒരു ഇളവിനും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരാളല്ല എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. ആ ഒരു പ്രൊജക്റ്റിൽ എങ്ങനെയെങ്കിലും ഗൗതമും കൂടി ഉൾപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ ചെയർമാനെ ഒന്ന് വിശ്വസിപ്പിക്കണം. ആ ഒരു എഗ്രിമെൻറ്റ്, ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാൻ കഴിയുമോ എന്ന് ചോദിച്ചതോടുകൂടി പ്രണവിന് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. ഒരിക്കലും ഗൗതം ഇനി ആ കമ്പനിയിലേക്കോ ഞങ്ങൾ വിളിച്ചാൽ പോലും വരില്ല എന്നുള്ള ഭാവത്തിൽ. അത് കേട്ടതോടുകൂടി പ്രണവും വസുന്ധരയും ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഈ 500 കോടി രൂപയുടെ പ്രൊജക്റ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുമല്ലോ. ഇനിയിപ്പോൾ ഗൗതം അറിഞ്ഞാൽ എത്ര നാണക്കേടാണ് എന്നുള്ള ഭാവത്തിലാണ് രണ്ടുപേരും ഇരിക്കുന്നത്.